ഇടണ്ട. നേട്ടന് പണിയില്ല, പതുക്കെയാണ് ചോറ് വെച്ചത്. ലീവാ, ഇന്ന് ലീവാണ് ഏട്ടൻ. വെള്ളരിയാണ് വേവുണ്ട്, നല്ലരി. ഇനിയുണ്ടോ ചുടുവെള്ളത്ത് കഴുകണ്ട. അപ്പം വെച്ചു നന്നായി 2 പ്രാവശ്യം ചുടുവെള്ളത്തിലിട്ട് കഴുകിയ അരി ഇട്ടേട്ടാ ഇവിടെ അങ്ങനെ കത്തിച്ച് വെച്ച് പോകണ്ടേ. കരി വന്നു കൈ. കരി നല്ലോണം ഉണ്ട്. അതൊക്കെ സാധാരണ അല്ലേ, നമ്മൾ കുറേയൊക്കെ കഴുകും, കുറേയൊക്കെ കഴുകുന്നിട്ടും കാര്യമില്ല. പക്ഷെ എന്നാലും അത് വന്നുകൊണ്ട്. ഹായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് മത്തനും കുമ്പളയും കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടാ. രണ്ട് പണിയില്ല, അപ്പം പതുക്കെയാണ് കൂട്ടാൻ വെക്കുന്നത്. ഇന്ന് മത്തനും കുമ്പളയും കൊണ്ട് ഒരു സിമ്പിളായ പുളിങ്കറിയാണ് കേട്ടാ, വളരെ സിമ്പിളായത്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ. കുമ്പളങ്ങി മത്തനും മുറിച്ചെടുക്കട്ടെ. നല്ല കുമ്പളങ്ങ കേട്ടോ. നമുക്ക് കറി വയ്ക്കാം. ഒരു കഷ്ണം മത്ത, ഒരു കഷ്ണം കുമ്പളങ്ങ കേട്ടോ. ഇതിലൊരു തക്കാളി, 2 പച്ചമുളക്, പൊടികൾ ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടാ. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. വെള്ളം ഒഴിച്ച് കൊടുക്കുക. അടച്ചു വെച്ച് വേകട്ടെ കേട്ടോ, നന്നായി വേകട്ടെ. തേങ്ങ അരച്ചിട്ട് വരാം. ചെറിയൊരു മുറി തേങ്ങ, 1/2 ടീസ്പൂൺ നല്ല ജീരകം, ഇത് രണ്ടും കൂടി അരച്ചിട്ട് വരാം. കഷ്ണങ്ങൾ വെന്താ നോക്കാം. കഷ്ണങ്ങൾ വെന്തു കേട്ടോ. ഇതിലേക്ക് ശകലം പുളിവെള്ളം കേട്ടോ, വാളംപുളിൻ്റെ വെള്ളം. ഒന്ന് തിളക്കട്ടെ. പുളി ഒഴിച്ചിട്ട് തിളച്ചു കൂട്ടാ. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, നമ്മുടെ അരപ്പിട്ട് കൊടുക്കാം കേട്ടോ. തേങ്ങയും ജീരകവും. ജാറ് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. ചെറുതായിട്ട് തിളക്കട്ടെ. നമ്മുടെ കറി തിളച്ചു കൂട്ടാ. ഇനി താളിച്ചൊഴിക്കാം, അത്രയേ ഉള്ളൂ. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടാവട്ടെ. കടുക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക്, കറിവേപ്പില, അതാണ് പൂർത്തിയായത്. സൂപ്പർ.
സൂപ്പർ പുളിങ്കറി ഉണ്ടാ. നിങ്ങളങ്ങനെ വെച്ചില്ലെങ്കിൽ ഒന്ന് വെച്ച് നോക്കട്ടെ. കിടുക്കാഴ്ചയാ. ഒരു പപ്പടം വറുക്കാൻ കൂടി ഉണ്ട്. പപ്പടം ഉണ്ട്. ഞങ്ങൾ കൂട്ടാനൊക്കെ വെച്ച് ടൗണിൽ പോയതാണ്. ദുർഗാദേവി ഹൗസ് സോപ്പട്ടി. ഹലോ, ഹൗ ആർ യു? ഹലോ. ടൗണിൽ പോയി വന്നാട്ടാ. ഉണ്ണിക്കുള്ള കോളായിട്ടുണ്ട്. നിറച്ചും ബുക്കാണ്. അതാണ് കോള്. നമുക്കിതൊക്കെ ഇന്ന് പൊതിയാം. അതാണ് ഇന്നത്തെ പണി. പപ്പടം കച്ചണ്ടാ. പുതിയ കോല് വാങ്ങി. വിശക്കാൻ തുടങ്ങി. പുതിയ കോല് വാങ്ങി. 1 മണിയായി ടൗണിൽ പോയിട്ട് വരുന്നു. പപ്പടക്കോല് പുതിയത് വാങ്ങിയതാണ് കോള് പറയുന്നത്. മരത്തിൻ്റെ പൊടിയുള്ള പോലെ നമുക്ക് കൈ ചൂടില്ല. മറ്റത് എന്താ കോളിനോടാ ഒരു ഓട്ട കുത്ത്. ഇനി എത്ര പപ്പടം ഉണ്ട് കയ്യിൽ? ഒരെണ്ണം. അത് ശരി. അത് കോല് പറയുന്നതിന് മുമ്പ് കൊണ്ട് ഇട്ടാ നല്ല പോലെ ഊണ് വയ്ക്കുമ്പോ കറി ഉണ്ടോ? അടിപൊളി സൂപ്പർ പുളിങ്കറി ഉണ്ടാ. പപ്പടവും ഇതാണ് കറി. നമുക്ക് പകുതി തിന്നു കഴിഞ്ഞു പപ്പടം. ഞാനാണ്. രണ്ടുപേരും കൂടി. ഇതാണ് ഇവിടെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോയാലുള്ള പ്രശ്നം. അതിൻ്റെ സാധനങ്ങൾ. ഞാൻ ഊണ് വയ്ക്കട്ടെ. രസത്തിൻ്റെ വയ്യ. ഡ്രസ്സുകൾ മാറ്റി വെച്ചിട്ടില്ല. അങ്ങനെയുണ്ട് ഡാഡി. സൂപ്പർ റേഷനരിയാണ്. പൊടിച്ചാ ഇത്ര വേഗം പൊടിച്ചാ? ഗോതമ്പ് പൊടിക്കാൻ പോയതാണ് കേട്ടോ. എന്നിട്ട് പൊടിച്ചു തന്നില്ല പറഞ്ഞു. ആന്ന് എന്താ കള്ളത്തരം പറയുമ്പോ ഒരു ചിരി പോലും ഇല്ല. ഞാൻ വിശ്വസിച്ചു. ചപ്പാത്തി ചൂടണമായിട്ടിരിക്കണേ. അപ്പൊ പൊടിച്ചില്ല പറയാ. ഞാൻ ശരിക്കും വിശ്വസിച്ചു. ചിരി കണ്ടപ്പോഴേ അമുട്ടി പിടിക്കുക. ഇതന്നെ ഉള്ളട്ടെ. അല്ല കുറച്ചുള്ളൂ. അന്ന് നിറച്ചുണ്ടായില്ലോ. അപ്പൊ ഇത്രയുള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവർക്ക് എല്ലാവർക്കും ടാറ്റ. ചപ്പാത്തി ഉണ്ടാക്കട്ടെ.